നിയാസിന് വാഹനം ഉറപ്പായിരിക്കുകയാണ്. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ്റെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിന്മേൽ യൂത്ത് കോൺഗ്രസും പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു വാട്സാപ്പ് കൂട്ടായ്മയും സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിയാസിനെ അല്ലമീൻ കണ്ടെത്തിയത്? സ്മൃതി, ചുരൽമലയിലെ ചില സുഹൃത്തുക്കളാണ്, ചില യുവാക്കളാണ് നിയാസിന്റെ അവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വീട് നഷ്ടപ്പെട്ടു, വീട് ഭാഗികമായി നഷ്ടപ്പെട്ടു. നിയാസ് ജീപ്പ് ഓടിച്ചായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. പഠിച്ചിറങ്ങിയ കാലം മുതൽ നിയാസ് ഈ വാഹന മേഖലയിലായിരുന്നു, ഡ്രൈവിംഗ് മേഖലയിലായിരുന്നു. മറ്റൊരു ജോലിയും പുള്ളിക്ക് അറിയത്തുമില്ല. ഈ കിട്ടിയ ജീപ്പ്, അത് ജ്യേഷ്ഠ സഹോദരൻ ലോൺ എടുത്ത് വാങ്ങി നൽകിയ ജീപ്പായിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള വായ്പയൊക്കെ അടച്ചു തീർത്തിട്ട് ആ ജീപ്പാണ് ഇപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയത്. അതിന് പണിഞ്ഞ് എടുക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ആ ജീപ്പ് നഷ്ടമായിരിക്കുകയാണ്. ഇവിടെ 900 കണ്ടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്തുന്ന ആളുകളെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ്, ആ മേഖലയിലാണ് ഇവർ ജീപ്പ് ഒഴിച്ച് ഉപജീവന മാർഗം നടത്തിയിരുന്നത്. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്, നിയാസം തകർന്ന വീട് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നില്ല, പക്ഷേ ജീപ്പ് പോയത് കാണുമ്പോൾ നിയാസിന് താങ്ങാനാവുന്നില്ല. എന്ന് മാത്രമല്ല, ആ സുഹൃത്തുക്കളുടെ നിയാസിനോടൊപ്പമുള്ള സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ മറ്റാർക്കും ജീപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ആ വാഹനം ഓടിച്ച് ഇനി ദുരന്തത്തിന്റെ ഒരു ആഘാതമൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഉപജീവന മാർഗത്തിന് ഇറങ്ങിപ്പോകാനൊരു വാഹനമുണ്ട്. പക്ഷേ നിയാസിനെ സംബന്ധിച്ചിടത്തോളം അതും വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആ റിപ്പോർട്ടാണ് നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് കോഫി വിത്ത് അരുണിലൂടെ എത്തിച്ചത്. അപ്പോൾ തന്നെ അതിൽ പ്രതികരണമുണ്ടായി. പലരും സഹായ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം പരപ്പനങ്ങാടിയിലെ ഫണ്ണീസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ നിയാസിന് ജീപ്പ് വാങ്ങുന്നതിനൊരു വിഹിതം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. പക്ഷേ ഒരു വിഹിതം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി എവിടെ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജീപ്പ് എങ്ങനത്തെയാണോ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരെണ്ണം വാങ്ങി നൽകാം, അതിന് പൂർണ്ണ തുക നൽകാമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ വാഗ്ദാനം. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പരപ്പനങ്ങാടിയിലെ ഫണ്ണീസ് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ വീണ്ടും നമ്മളെ ബന്ധപ്പെട്ടു. 3 ലക്ഷം രൂപ ആ പരപ്പനങ്ങാടിയിലെ ഫണ്ണീസ് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ നിയാസിന്റെ ജീപ്പ് വാങ്ങാൻ നൽകാമെന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവർ അത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അറിയിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നൽകുന്ന 3 ലക്ഷം രൂപ പോയിട്ട് ബാക്കി എത്ര രൂപ ജീപ്പിനാകുമോ അത് പൂർണ്ണമായും നൽകാമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ വാഗ്ദാനം. ഏതാനും വൈകാതെ നിയാസിന് അത്തരത്തിൽ ഒരു ജീപ്പ് കണ്ടെത്തി നൽകാനാകും. അത് കേട്ട് നിയാസിന് വളരെ സന്തോഷമുണ്ട്. നിയാസ് അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനോ അല്ലെങ്കിൽ തന്റെ വിഷമങ്ങളൊക്കെ അങ്ങനെ തുറന്നു പറഞ്ഞ് നടക്കുന്ന ഒരാളോ അല്ല. എന്നിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത്. നിയാസിന് വേണ്ടി സുഹൃത്തുക്കളാണ് കൂടുതലും സംസാരിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഈ വീട്ടിൽ അപ്പോൾ അവധിയൊക്കെ എടുത്ത് വീട്ടിലിരുന്നാലും വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിയാസ് ജീപ്പിനകത്തായിരിക്കുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, വാഹനം സൂക്ഷിക്കുന്നത് ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല, ചെളിയൊക്കെ അടിച്ച് പൊടിയൊക്കെ അടിച്ച് പലപ്പോഴും അത്തരത്തിലുള്ള വാഹനങ്ങൾ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിയാസിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ആ ജീപ്പ് ഈ മേഖലയിലുള്ളതിൽ വളരെ വൃത്തിയായി വളരെ വെടുപ്പായി സൂക്ഷിക്കുന്ന ഒരു ജീപ്പാണ്. കാരണം നിയാസ് അങ്ങനെ സ്വന്തം ജീവൻ പോലെ ഉയിര് കാക്കും പോലെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ്. അത് തകരുമ്പോൾ ഉണ്ടായൊരു വിഷമം, ഈ ആദ്യം ഉരുൾപൊട്ടലുണ്ടായ ആളുകളൊക്കെ ഇവിടെ മാറി അന്ന് രാത്രി വന്ന് നോക്കിയിട്ട് നിയാസൊക്കെ നേരത്തെ വീട്ടിൽ നിന്ന് മാറിയിരുന്നു. പിന്നീട് വന്ന് നോക്കുമ്പോഴും ആ ജീപ്പിന് കുഴപ്പമില്ല, ജീപ്പ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഉരുളുകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു പോകുന്നതിന് പിന്നാലെയാണ് ഈ ജീപ്പിനെയും എടുത്തുകൊണ്ട് പോകുന്നതും അത് ഇനി ഉപയോഗിക്കാനാകാത്ത വിധം നശിപ്പിക്കുന്നതും. ഏതായാലും നിയാസിന് ആ വാർത്തയിലൂടെ, ആ റിപ്പോർട്ടിലൂടെ, കോഫി വിത്ത് അരുണിലൂടെ നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. നിയാസും അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ്. സ്മൃതി.